ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ധൈര്യമായിട്ട് ഫുട്പാത്തിൽ വണ്ടി കയറില്ല കേട്ടോ. നിർത്തിക്ക് ബ്രേക്ക് ഇവിടെ എന്നാ ഫസ്റ്റ് ഇടുന്നുണ്ട് ഒന്നും കണ്ടു. വണ്ടി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി, ഇടത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കി കേട്ടോ. നമ്മളെ റൗണ്ട് കിട്ടുമോ? ആ നമുക്ക് അവിടുന്ന് വണ്ടി വരുന്നുണ്ട് നോക്കി. ഇടതുവശം ചേർന്ന് പോകാമെന്നാണ് വൃത്തത്തിലൂടെ. ഇടതുവശം ഈ റോഡിൻ്റെ ഇടതുവശം ഏതാണോ അതുപോലെ കേട്ടോ. ഇത് വലത്തോടെ കയറി പോകണം, ഇടതുവശം ചേർന്ന്. ആ റോഡിൻ്റെ ഇടതുവശം. ഇപ്പോൾ റോഡിൽ നിന്ന് അടുത്ത റോഡിൻ്റെ ഇടതുവശത്തോടെ പോകണം കേട്ടോ. കൊടുക്കുക. ടെൻഷൻ അടിക്കേണ്ട പയ്യെ എടുത്താൽ മതി കേട്ടോ. സൈൻ ബോർഡിലെല്ലാം നോക്കി പോകണം, റോഡ് മാർക്കിങ്ങും കേട്ടോ. നമ്മൾ ട്രാക്കിൽ ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ ബ്രേക്കിലെ കാലം ഉണ്ട് കേട്ടോ. ഇടതുവശം ചേർന്ന് ഓടിക്കുകയും ഫ്രണ്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കടത്തിവിടുകയും ചെയ്യണം. ഈ കയറ്റത്ത് നിർത്തിക്കുക വണ്ടി. ആ നിർത്തും. ആ വണ്ടി എടുത്ത വഴി. വണ്ടി എടുക്കുമ്പോൾ ഏത് ഗിയർ ഇടണം? ഗച്ചോട്ട് ഫസ്റ്റ് ഇട്. സാറുമാർ ചോദിക്കും, അന്നേരം നമ്മൾ നേരെ അങ്ങ് വന്ന വഴിക്കൊന്നും നിൽക്കില്ല കേട്ടോ. വണ്ടി ലോഡ് ചെയ്യുക, ഗച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി ലോഡ് ചെയ്യുക. കറക്റ്റായിട്ട് എടുക്കുക. പൊയ്ക്കൊണ്ട് ഒരുപാട് നിർത്തി നോക്കണം എങ്ങനെയായിരുന്നു കണ്ടോ. വണ്ടി അവിടെ നിൽക്കുന്നുണ്ടോ? അങ്ങനെ തന്നെ ഇരിക്കേണ്ട കച്ച് കേട്ടോ. കണ്ടോ വണ്ടി പോകണമുണ്ടോ? ആക്സിഡൻറ്റ് കൊടുത്തില്ലെങ്കിലും വണ്ടി പോകും കേട്ടോ. നോക്കാം എങ്ങനെയാണ് പോകണമെന്ന് നോക്കാം കേട്ടോ. വണ്ടി ലെവലാക്കി കയറിയിട്ട് വേണം ആക്സിഡൻറ്റ് എടുക്കാം. വണ്ടി ലെവലാണോന്നൊക്കെ നോക്കണം, എന്നിട്ട് വേണം ആക്സിഡൻറ്റ് കേട്ടോ. വണ്ടി ലെവലാക്കിയിട്ട് ആക്സിഡൻറ്റ് അങ്ങനെ നോക്കാം. കൊടുക്കുക.
വണ്ടി നമ്മളെ വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ വണ്ടീനെ ശ്രദ്ധിക്കാൻ പോകല്ലോ ഒരു കാരണവശാലും കേട്ടോ. ആ നോട്ടം പിൻവലിക്കുക, ബ്രേക്ക് കാല് വെച്ച്. നമ്മൾ ബ്രേക്കാ കാല് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ആവശ്യമുണ്ടെങ്കിൽ ചവിട്ടണം ബ്രേക്ക് കേട്ടോ. ഒരു വണ്ടി കിടക്കുവാണെങ്കിൽ 3 അടി മാറിപ്പോണം, ആ വണ്ടിയുടെ അടുത്തോട്ട് പോയാലും 3 അടി മാറിപ്പോണം. എന്നൊക്കെ വലത്തോട്ട് പോകണം, ബ്രേക്ക് ആയിട്ട് നിർത്തിക്കുക വണ്ടിയുടെ. ഒരിക്കൽ നിർത്തിയില്ലേ, വലത്തോട്ട് നമുക്ക് അങ്ങോട്ട് കയറി പോകണ്ടേ കേട്ടോ. അല്ല നേരെ പോക്കും, കുഴപ്പമില്ല, നേരെ ആയാലും കുഴപ്പമില്ല. അല്ല വലത്തോട്ടാണ് വലത്തോട്ട് പോക്കും. പക്ഷെ ആ എങ്ങനെ പോയാലും പക്ഷെ വണ്ടി നിർത്തിയാൽ 0 തൊട്ട് 10 വരെ ഏത് കയറാം. നോക്കിയോ പറയുന്നുണ്ട് വരുന്നുണ്ടോ നോക്കി. ഇൻഡിക്കേറ്റർ ഇട്ടോ, ഇൻഡിക്കേറ്റർ ഇട്ടോ, വലത്തോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇട്ടോ. അത് നിർത്തുന്നുണ്ട്. ഞങ്ങൾ വലത്തോട്ടുള്ള റോഡിലോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ വണ്ടി റോഡിൻ്റെ മധ്യഭാഗത്തോടെ വേണം കേട്ടോ. നമ്മൾ അടുത്ത വശത്തല്ല കൊണ്ട് നിർത്തുക, അതല്ല വണ്ടി വരുമ്പം നമുക്ക് കൺഫ്യൂഷൻ കാരണമാണ് അവിടെ നിർത്തിയത്. അപ്പോൾ എന്നാ സംഭവം ബ്രേക്ക് ഇട്ട് നിർത്തിയ വണ്ടി. മനസ്സ് ഫ്രീ ആക്കുക, ബ്രേക്ക് ആയിട്ട് വണ്ടി നിർത്തിക്കാടോ, മനസ്സ് ഫ്രീ ആക്കുക. എന്നിട്ട് പയ്യെ ഗച്ച് പൊക്കി വണ്ടി പുറകോട്ട് പോകണം. എന്ത് ചെയ്യും, ബ്രേക്ക് ആയിട്ട് നിർത്തണം പയ്യെ. അവിടെ നിർത്തും കേട്ടോ, ടെൻഷൻ അടിക്കണ്ട, ഞാൻ പറയാം. ബ്രേക്ക് ആയിട്ട് നിർത്തിയാലോ വണ്ടി, ഗച്ച് പൊക്കണ്ടോ, ഓരോ മില്ലി വെച്ച് പൊക്കണ്ടോ വണ്ടി. ബ്രേക്ക് ആയിട്ട് നിർത്തും വണ്ടി, ഗച്ചിൽ വണ്ടി ലോഡാകാൻ വേണ്ടി ഓരോ മില്ലി വെച്ച് ഗച്ച് പൊക്കണ്ടോ കേട്ടോ. ഓരോ അവിടെ നിർത്തുക, അവിടെ നിർത്തുക. ബ്രേക്കാൻ കാലിൽ ജ്യൂസാക്കി ഓക്കെ അല്ലേ, എടുത്തു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞാലേ കേൾക്കുക കേട്ടോ. ഗച്ച് വട്ടിയില്ലേ, പയ്യെ ഗച്ച് പയ്യെ പൊക്കണ്ടോ, ഓരോ മില്ലി വെച്ച് പൊക്കണ്ടോ. ഞാൻ പറഞ്ഞിട്ടൊക്കെ ബ്രേക്കാൻ കാലിൽ ജ്യൂസാക്കുള്ളൂ കേട്ടോ. ഇപ്പോഴാണ് വണ്ടി ലോഡായത്. ഗച്ച് അങ്ങനെ ടെൻഷൻ അടിക്കണ്ടോ, ഇപ്പം നിർത്തവിടെ. ഓരോ മില്ലി വെച്ച് ഗച്ച് വെക്കണ്ടോ. അവിടെ നിർത്തുക, അവിടെ നിർത്തുക, അവിടെ നിൽക്കുക, ഗച്ച് അവിടെ നിർത്തുക കേട്ടോ. ഇനി ഗച്ച് പൊക്കല്ലോ ഒരു മില്ല് പോലും, അങ്ങോട്ട് താഴ്ത്തി ഗച്ച് പൊക്കി വണ്ടി ലോഡാക്കുക. ഹാഫ് ക്ലച്ച് വണ്ടി നിർത്താൻ പഠിക്കുക, ഹാഫ് ക്ലച്ച് അവിടെ നിർത്തുക വണ്ടി. ഇനി ഗച്ച് പൊക്കല്ലേ, ഗച്ച് ഓരോ മില്ല് വെച്ച് വെക്കണമെന്ന് കേട്ടോ. ഫുള്ളായിട്ട് ഗച്ച് താത്തിക്കുക ടീച്ചർ അല്ലേ. ബ്രേക്ക് ആയിട്ട് നിർത്തിക്കുക വണ്ടി, ഓരോ മില്ല് വെച്ച് വെക്കുക. ഒരു മില്ല് പൊക്കി അവിടെ ചവിട്ടി നിർത്തുക, അവിടെ നിർത്തുക വണ്ടി. ഗച്ച് അവിടെ നിർത്തുക കേട്ടോ. ഒരു മില്ലിയോടെ പൊക്കി അവിടെ നിർത്തുക, ഒരു മില്ലിയോടെ പൊക്കി അവിടെ നിർത്തുക. വണ്ടി പൊക്കിക്കൊണ്ട് വരില്ല കേട്ടോ. ഒരു മില്ലിയോടെ പൊക്കി വെച്ച് അവിടെ നിൽക്കുക. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാല് ലൂസാക്കി നോക്കി ടീച്ചർ. വണ്ടി പുറകോട്ട് പോകണ്ട, ബ്രേക്ക് മാത്രം ചവിട്ടുക. ഗച്ച് അവിടെ പൊങ്ങിയ ഗച്ച് അവിടെ തന്നെ നിൽക്കണം, താത്തും ചെല്ല് പൊക്കും ചെല്ല്. വണ്ടി നിർത്തിയില്ല ബ്രേക്ക് കട്ടി. ഇനി ഒരു മില്ലി മാത്രം ഗച്ച് വെക്കുക, അവിടെ നിൽക്കുക. ഇനി ആ ഗച്ച് വണ്ടി ഒരു കാരണവശാലും ഗച്ച് ഇത്ര വിറയിൽ വരുമ്പോൾ ഇച്ചിരി ഗച്ച് താത്തിക്ക് ഗച്ച് അങ്ങനെ നിർത്തിയില്ലേ. അത്ര വിറയിൽ വരുമ്പോൾ ഗച്ച് താത്തി ഇല്ലേ. ഇനി ഗച്ചെന്ന് ബ്രേക്കിൽ നിന്ന് കാല് ലൂസാക്കി നോക്കി. വണ്ടി പുറകോട്ട് പോകണ്ട, ബ്രേക്ക് കട്ടിക്ക്. അപ്പോൾ ഒരു മില്ലി മാത്രം ഗച്ച് വെക്കുക. ഒരു മില്ലി എന്ന് പറഞ്ഞാൽ 2 മില്ലി ആയിപ്പോയി. ഒരു മില്ലിയാണ് ഉദ്ദേശിച്ചത്. ചേട്ടായിക്ക് പഠിച്ചിട്ട് പോയാൽ മതി. അത് പഠിച്ചിട്ട് പോയാൽ മതി, കുഴപ്പമില്ല. പയ്യെ ഒരു ബ്രേക്ക് ആയിട്ട് നിർത്തുക, വണ്ടി പുറകോട്ട് പോകാതെ. വണ്ടി ലോഡാകാൻ വേണ്ടി എഞ്ചിനും ഗിയർ ബോക്സും നമ്മൾ പിടിക്കാൻ വേണ്ടിയാണ്. എഞ്ചിന് ബ്രേക്കിൽ നിന്ന് കാല് ലൂസാക്കണ്ട, ബ്രേക്ക് ആയിട്ട് നിർത്തിയില്ലേ. ഞാൻ പറഞ്ഞേക്കാം. ഗച്ച് ഒരു മില്ലി വെക്കി ടീച്ചറെ അവിടെ നിർത്തുക, അവിടെ നിർത്തിയില്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഒരു മില്ലിയാണ് ഗച്ച് വെക്കുക. അതാ ഒരു മില്ലി എന്ന് പറഞ്ഞാൽ ഒരു നഖത്തിൻ്റെ കനത്തിനാണ് ഗച്ച് വെക്കാവുള്ളൂ കേട്ടോ.
അതിന് ബ്രേക്കിന് കാല് ലൂസാക്കി നോക്കി. വണ്ടി പുറകോട്ട് പോകണ്ട അല്ലേ? അപ്പം ബ്രേക്ക് വീണ്ടും ചവിട്ടി. എന്നിട്ട് പൊക്കിയാൽ കഴിച്ച് 1 മില്ലി നഖത്തിൻ്റെ കനത്തിന് മാത്രം ഒന്ന് അനക്കി പൊക്ക്. അങ്ങനെ നിൽക്കണം. ഇനി കഴിച്ച് പൊക്കല്ലേ ഒരു കാരണവശാലും. ബ്രേക്ക് നല്ല ലൂസാക്കി. ഇവിടെ വണ്ടി പോകണുണ്ട്. അങ്ങനെ ഇരുന്നോടെ കഴിച്ച് ഇനി കഴിച്ച് പൊക്കല്ല. ഇതാണ് എന്നാ വണ്ടി പോകണം കേട്ടോ. ഇവിടെ നിർത്തിക്കോണ്ടി, കുഴപ്പമില്ല. ടീച്ചർ അത് പഠിച്ചിട്ട് പോയാൽ മതി. നിർത്തിക്കോടെ. എങ്ങോട്ട് വണ്ടി തിരിച്ച് നിർത്താനല്ലോ പറഞ്ഞു. വണ്ടി സൈഡൊന്നും ഒതുക്കണ്ട, അവിടെ തന്നെ നിന്നോട്ട് വണ്ടി. എന്നാ വണ്ടി എടുത്ത് ഈ കയറ്റ ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ ടീച്ചർ എടുത്ത് വണ്ടി നിന്ന് പോലെ കേട്ടോ. ടീച്ചറോട് ഞാൻ പറഞ്ഞു 1 മില്ലി വെച്ച് പൊക്കിയിട്ട് നോക്ക് വണ്ടി പുറകോട്ട് പോകാൻ. അത് എന്നിട്ട് കേട്ടോ 1 മില്ലി വെച്ച് പൊക്കിയിട്ട് പോവാ. വണ്ടി ലോഡാക്കാൻ അറിയാമെന്ന് നോക്കി. വണ്ടി ലോഡാക്കിയ ടീച്ചർ. ലോഡായ വണ്ടി പുറകോട്ട് പോവോ? വണ്ടി പുറകോട്ട് പോകണമെങ്കിൽ വീണ്ടും ബ്രേക്ക് ഔട്ട് പോവാ അല്ലേ? വണ്ടി പുറകോട്ട് പോകണമെങ്കിൽ ലോഡാകാത്തല്ലേ വണ്ടി പുറകോട്ട് പോകണേ അല്ലേ? അപ്പോൾ എന്താണ് 1 മില്ലിയോടെ വെച്ച് പൊക്കി നോക്കുക. എന്നിട്ട് വീണ്ടും ബ്രേക്ക് ഒന്ന് കാല് ലൂസാക്കി നോക്കി. കണ്ട് വണ്ടി നിൽക്കുന്നുണ്ടോ? വെച്ച് വണ്ടി അങ്ങോട്ട് കൊണ്ട് പോകാതെ പിന്നെ അങ്ങനെ തന്നെ വെച്ചിരുന്നോട്ടോ. അല്ലെങ്കിൽ കഴിയുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് പൊക്കോളൂ. നേരെ ആയിക്കോണ്ട് പോട്ടെ. ഇനി വെച്ചാൽ പയ്യെ കാല് ലൂസാക്കുക. പയ്യെ ആക്സിഡൻറ്റ് കൊടുക്കുക. ഇതിങ്ങനെ പോട്ടെ പോട്ടെ. എങ്ങോട്ട് നിർത്തിക്കുക. ഇനി പയ്യ വണ്ടി കൊണ്ട് ഒതുക്കി നിർത്തിക്കുക. ഓക്കെ.